കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ റിവ്യൂ പറയുന്നതിനിടെ ഭരദ്വാജ് രംഗൻ നടത്തിയ പരാമർശങ്ങൾ വിവാദമാകുന്നു. സിനിമയുടെ കാസ്റ്റിംഗിനെ അഭിനന്ദിക്കുന്നതിനിടെ റേസിസ്റ്റ് പരാമർശമാണ് ഭരദ്വാജ് രംഗൻ നടത്തിയതെന്നാണ് ഉയരുന്ന വിമർശനം. തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷൻ നേടി മുന്നേറുകയാണ് കളങ്കാവൽ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ബോക്സ് ഓഫീസിൽ 50 കോടിക്കടുത്ത് കളക്ഷൻ സ്വന്തമാക്കി കഴിഞ്ഞു. മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത പ്രകടനമാണ് കളങ്കാവലിൽ ഉള്ളതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. അതിനിടെ ചിത്രത്തെക്കുറിച്ച് തമിഴ് യൂട്യൂബ് പേജ് ഗലാട്ട പ്ലസ് നൽകിയ റിവ്യൂവാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. ചിത്രത്തിന്റെ കാസ്റ്റിംഗിനെക്കുറിച്ചുള്ള ഭരദ്വാജ് രംഗന്റെ വാക്കുകളാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ചിത്രത്തിന്റെ കാസ്റ്റിംഗിനെക്കുറിച്ച് ആദ്യം തന്നെ എടുത്തു പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരദ്വാജ് രംഗൻ റിവ്യൂ ആരംഭിക്കുന്നത്. വെളുത്തുനല്ല ലുക്കുള്ള മമ്മൂട്ടിയും ഡാർക്ക് സ്കിന്നുള്ള വിനായകനുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെന്നാണ് ഈ വീഡിയോയിൽ ഭരദ്വാജ് രംഗൻ പറയുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ടെംപ്റ്റേഷനിൽ വിനായകനെ വില്ലനായും മമ്മൂട്ടിയെ പോലീസുകാരനായും കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നും എന്നാൽ ഇവിടെ അങ്ങനെയല്ലെന്നും ഭരദ്വാജ് പറയുന്നു. കളങ്കാവൽ ഈയൊരു നടപ്പുരീതിയെ തകർത്തിരിക്കുന്നു എന്നും ഭരദ്വാജ് രംഗൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതോടെ സിനിമയുടെ കാസ്റ്റിംഗിനെ അഭിനന്ദിക്കുന്നതിനിടെ റേസിസ്റ്റ് പരാമർശമാണ് ഭരദ്വാജ് നടത്തിയതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കറുത്തവർ എപ്പോഴും വില്ലനായും ദുഷ്ടനായും മാത്രം അഭിനയിക്കണമെന്ന് ഭരദ്വാജ് രംഗൻ പറയാതെ പറഞ്ഞെന്ന് പലരും സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നു. എന്നാൽ മലയാള സിനിമ ഇപ്പോൾ പൊളിച്ചെഴുതുന്ന ക്ലീഷയെ ഭരദ്വാജ് രംഗൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം ഉപയോഗിച്ച ഭാഷയാണ് പ്രശ്നമെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. വെളുത്തു നിറത്തെ ഗുഡ് ലുക്കിംഗ് എന്ന് അഭിസംബോധന ചെയ്യുന്ന ഭരദ്വാജ് രംഗന്റെ ചിന്താഗതിയെ ചോദ്യം ചെയ്ത് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. സിനിമയും പ്രേക്ഷകരും പൊളിറ്റിക്കലി കറക്റ്റാകാൻ ശ്രമിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം ചിന്താഗതി പങ്കുവയ്ക്കുന്നത് ഒരു റിവ്യൂവർക്ക് ചേർന്നതല്ലെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ചിത്രത്തെക്കുറിച്ച് ഭരദ്വാജ് രംഗൻ സംസാരിച്ചു തുടങ്ങുന്ന ഭാഗം ഇന്ന് പല പേജുകളിലും പ്രചരിക്കുന്നുണ്ട്. ഓരോ സിനിമയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സൂക്ഷ്മമായി പരിശോധിച്ച് അഭിപ്രായം പങ്കുവയ്ക്കുന്ന ഭരദ്വാജ് രംഗൻ ഇത്തരത്തിൽ റേസിസ്റ്റ് പരാമർശം നടത്തിയത് അംഗീകരിക്കാനാകുന്നില്ലെന്നാണ് പ്രേക്ഷകരുടെ വാദം. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് കളങ്കാവലിന്റെ റിവ്യൂ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.